കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഇത്തവണ അങ്ങേക്കുള്ള ചില അത്ഭുത കഥകൾ പറയാം. അങ്ങേക്കുള്ള അത്ഭുത കഥകളല്ല, അങ്ങയുടെ ജീവിതത്തിൽ ഈ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ടാരോ കാർഡിലൂടെ തുടങ്ങി. കേവലം കാർഡ് വായിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. കാർഡിലൂടെ പ്രശ്നങ്ങൾ കണ്ടെത്തി ആ പ്രശ്നങ്ങളുടെ മൂല കാരണത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത് മനുഷ്യൻ ഒരു സാധാരണ ജീവിതത്തിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ. അതിനിടയ്ക്ക് നമുക്കുണ്ടാവുന്ന ചില അനുഭവങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, അവിശ്വസനീയമാണ്. അത്തരം ഒന്ന് രണ്ട് അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പരമ്പര അന്ന് അവസാനിപ്പിക്കുകയല്ല, നമ്മൾ വീണ്ടും കാണും. ഞാൻ സാധാരണ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്താ പറയുക, ഒരു കൊച്ചു കുഗ്രാമത്തിൽ ഗുരുവായൂർ അടുത്താണ് ജനിച്ചതും പഠിച്ചതൊക്കെ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ ദേവിയുടെ ചൈതന്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയാതിരുന്നിട്ടുള്ളൂ. കാരണം പല അത്ഭുതങ്ങളും ഹോസ്റ്റലിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം രാത്രി വരും, ദേവി രാത്രി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുമ്പോൾ അറിയാതെ കുട്ടികൾ എണീറ്റിട്ട് ഇതിനെ കാണും. പനി പിടിച്ചിട്ട് 10-22 കുട്ടികളാണ് 5 വർഷം കൊണ്ട് അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വിട്ടുപോയെടുക്കുന്നത്. പക്ഷെ എനിക്കപ്പോഴും അറിയില്ല എൻ്റെ കൂടെ ഭഗവതി ഉണ്ടെന്ന്. ഞാൻ എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ് എൻ്റെ അച്ഛൻ 15-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. ഒരുപാടുണ്ട് എനിക്ക് ജീവിതം, ദുരന്തമായിരുന്ന ജീവിതം. കാരണം എന്നെ വളർത്തിയെടുക്കുകയാണെന്നൊന്നും എനിക്ക് അന്നറിയില്ല. 15-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. 16-ാമത്തെ വയസ്സിൽ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പെരുവഴിയിൽ ഇറങ്ങി നിൽക്കണം. അമ്മയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പെരുവഴിയിൽ ഇറങ്ങി നിൽക്കുന്നത്. ശരിയായത് പക്ഷെ ഞാനാണ് ശരിയെന്ന് അറിയാൻ 35 വർഷങ്ങൾ അമ്മയ്ക്ക് നഷ്ടം വന്നു. അമ്മ മറ്റൊരു വിവാഹം കഴിച്ചു, അനിയത്തിമാരായിട്ട് ഞാൻ പിരിഞ്ഞു. എൻ്റെ ചെറിയച്ചന്മാരെന്നെ കല്യാണം കഴിച്ചു. എൻ്റെ 2ാമത്തെ ഹസ്ബൻഡാണ് ഇത്. വിവാഹത്തിൽ എനിക്ക് 2 മക്കളുണ്ട്. അവരെയും പിരിയേണ്ട ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു. ഉപാസനാബലം കൂടി വരുമ്പോൾ അങ്ങനെയാണ്, എല്ലാം ത്യജിച്ചുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വളർത്തിയെടുത്തത്. അപ്പോൾ അവരെയും പിരിഞ്ഞു. അവസാനം ചോദിച്ചിട്ടുണ്ടായി നിൽക്കും, ഞാൻ എവിടേക്കും പോകാൻ എനിക്ക് വഴിയില്ല. അന്നേരത്ത് എന്നെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം, അതും പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം, എനിക്കിനി അവരെ വേണ്ട എന്ന്. എൻ്റെ ഹസ്ബൻഡ്, മക്കള്, ഭർത്താവ് ഒക്കെ. കാരണം അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വളർച്ച അങ്ങോട്ടാണ്. അപ്പോൾ എനിക്ക് ഇനി ബാധ്യതകൾ വേണ്ട എന്നുള്ള ഇതിലേക്ക് ഭഗവതി എന്നെ എത്തിച്ചപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയുമ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിലാണ് ഇവരെനിക്കൊരു കൈത്താങ്ങായി വന്നത്. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. 2ാമത്തെ ഈ ഗംഗാ സച്ചിയിൽ അങ്ങനെയാണ് ഗംഗാമ എന്നുള്ളത് ഞാൻ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്ക്, അതായത് 2013 എനിക്ക് അത് വന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു ഇൻഡ്യൂഷൻ എനിക്ക് മുമ്പേ ഉണ്ടെങ്കിലും എനർജി പാസിങ് നടന്നത് 2013. അപ്പം മുതൽ എനിക്ക് അത്ഭുതങ്ങൾ എൻ്റെ ബോഡിയിൽ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. അതുവരെ ഉണ്ടാകുന്ന ഞാനല്ല. എനിക്ക് മത്സ്യമാംസങ്ങളൊന്നും പറ്റില്ല. പക്ഷെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല കഴിക്കേണ്ടെന്ന്. ഞാൻ കഴിക്കണില്ല. പിന്നെ എൻ്റെ ബോഡിയിൽ അസാധ്യമായ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ഊർജ്ജങ്ങളൊക്കെ മറ്റുള്ള ഒരാളിലെ പോയി വെച്ചിട്ട് തലയിൽ വെച്ചിട്ടൊക്കെയാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കാനാണ് ഞാൻ പരീക്ഷിച്ചു തുടങ്ങിയിരുന്നത്. പരീക്ഷണം തന്നെയായിരുന്നു. കാരണം എനിക്കുണ്ടോ എന്ന് അറിയണ്ടേ. പിന്നെ എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയത് എൻ്റെ മോളുടെ പ്രസവമാണ്. ഞാൻ കാണാൻ പറ്റും, ലൈവായിട്ട് ഞാനിരുന്ന് കാണും. അവളുടെ നക്ഷത്രം ഇന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതെൻ്റെ ഇതാകുമ്പോൾ എനിക്ക് ആരുടെയും പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അതെല്ലാം അനുഭവിച്ചുള്ള ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ. അവരന്ന് അന്തരീക്ഷത്തിൽ മാഞ്ഞു പോയിട്ടില്ല. അങ്ങനെയായിട്ട് ഞാൻ വർഷങ്ങളായി ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ഒരു സ്ത്രീ എന്നെ കാണാൻ വരികയാണ്. അവർ വന്നത് അവരുടെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, 2 മക്കളും കൂടിയിട്ടാണ്. പക്ഷെ അവരെ കൊണ്ടുവന്നത് ഒരു ഓട്ടോക്കാരനാണ്. അപ്പോൾ ഇവർക്ക് നടക്കാൻ പറ്റില്ല. കാരണം ശരീരമൊക്കെ നീര് വന്നിട്ട് പേന പോലും ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, അമ്മാതിരി നീര്. അപ്പോൾ ഒരടി വെച്ചിട്ടേ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞില്ലേ, ഡോക്ടർ പറഞ്ഞു വരമ്പുള്ളൂ, വഴിയില്ല. സത്യമാണ്, ഇപ്പോഴും ആ വരമ്പ് തന്നെ. അപ്പോൾ ഇതിൽ കൂടെ അങ്ങനെ കൊണ്ടുവന്നു എൻ്റെ മുമ്പിലിരുന്നപ്പോൾ ഞാൻ അവരെ ദുരിതം ഇതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വന്നിരുന്നു. എനിക്ക് കുറേ ഈ നിമിത്തശാസ്ത്രങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ ഭഗവതി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അല്ല അതൊന്നും പഠിച്ച ബുക്ക് വായിക്കണ പരിപാടിയില്ല, പഠിക്കണ അതൊന്നുമില്ല. ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് ഒരു അറിവുമില്ല, പുസ്തകത്തിനുമില്ല. എല്ലാം ഞാൻ ചോദ്യങ്ങളെല്ലാം ചോദിക്കുക പ്രപഞ്ചത്തിനോടാണ്. അപ്പോൾ ഇവർ വന്നിട്ട് ഇരുന്നപ്പോൾ ഫോൺ റിങ് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കുള്ള പ്രശ്നക്കാരി അതാണ്, ഇനി നിങ്ങൾ 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇയാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ മുമ്പിലിരുന്നു. അപ്പോൾ ഇവർക്ക് ഭർത്താവിന് എന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളൊരു കുഞ്ഞേ റൂമിലിരിക്കുമ്പോൾ കാരണം അവരിത്തിരി പൈസക്കാരാണ്. അപ്പം നമ്മുടെ ഈ ഇതൊന്നും പരിമിതമായ സാഹചര്യങ്ങളൊന്നും പലർക്കും ഇപ്പോഴും ഉണ്ട്, ബോധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ വിട്ടുപോകുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാനെന്ന വ്യക്തി ദേവിയുടെ ഊർജ്ജം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരാൾ എന്നെ തേടി വന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും പോയ പോലെ അല്ല ഇവിടെ എന്ന് ഞാൻ പറഞ്ഞു. അവർക്കത് മനസ്സിലായി. ആ സ്ത്രീക്ക് അല്പം ഇൻഡ്യൂഷൻ കൂടിയുള്ളതാണ്. അവർക്കത് മനസ്സിലായി. അപ്പോൾ ഇതേപോലെ ഞാനും ഉഴപ്പി. ഞാൻ പൂജ ഒന്നും ഓടി ചെന്നിട്ട് എടുക്കില്ല. 6-7 മാസം കഴിഞ്ഞിട്ടാണ് അവരെ പൂജയ്ക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി തളർന്ന് കിടക്കുകയാണ്. ഈ തളർന്ന് കിടക്കണ പെൺകുട്ടീനെ ആ രാത്രി ഞാൻ എണിപ്പിച്ച് നടത്തി കൊടുക്കുകയാണ്. അത് തിച്ചൂർ എന്ന് പറയും. നമ്മുടെ അവിടെ നിന്ന് ഒരു 15-20 കിലോമീറ്റർ, തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. പക്ഷേ ഞാൻ 6 മണിക്കൂർ കിടന്നു.
അത് കഴിഞ്ഞ് അവളെ എണീപ്പിച്ച പൂജയിൽ, പരിഹാര പൂജയിൽ അവളെ എണിച്ച് നടന്നു, ഞാൻ 6 മണിക്കൂർ കിടന്നു. അതേപോലെ തന്നെ വേറൊരു കുട്ടീനെ ഇതേപോലെ എണിപ്പിച്ച് നടത്തി കൊടുത്ത്. പിന്നെ ഒരു കുട്ടിക്ക് അണ്ണാക്കിന്ന് മേലേക്ക് ഓട്ട. അപ്പോൾ ഈ കുട്ടീനെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചിട്ട് അപ്പം തന്നെ ജനിച്ച കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടിക്ക് ഇവിടുന്ന് ദ്വാരമുണ്ട്, അത് കാരണം മുലപ്പാൽ കുടിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ കുട്ടിയുടെ ഈ പ്രസവിച്ച ഈ പെൺകുട്ടിയുടെ കാല് തിരിഞ്ഞിട്ട് ഒടിയും ചെയ്തു ഹോസ്പിറ്റലിൽ തന്നെ വെച്ചിട്ട്. അപ്പം ബെറ്റർ ആയില്ലോ. രണ്ടും കൂടി അയക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മ എൻ്റെ പ്രായമാണ്. അവർ വിളിച്ചു, ഇന്നതൊക്കെയാണ് പ്രശ്നം, എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പുലവാലായ്മ കഴിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുലവാലായ്മ 15 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വരൂ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടീനായിട്ട് എൻ്റെ മുമ്പിൽ വന്നു, അതായത് പ്രസവിച്ച പെൺകുട്ടീനായിട്ട് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ എനർജി വെച്ച് ദേഹബന്ധനം നടത്താൻ പറയും, ദേഹത്തെ ബന്ധിച്ചു, ഞാൻ വെച്ചു. അങ്ങനെ അതിൻ്റെ മേലുണ്ടാകുന്ന എനർജീനെ ഞാൻ ആവാഹിച്ച് മാറ്റാം പറഞ്ഞ വിശ്വസിക്കില്ല. ആ സ്പോട്ടിൽ ഈ കുട്ടി വീട്ടിൽ പോയിട്ട് പാൽ കൊടുത്തപ്പോൾ 100 ഗ്രാം, അതായത് ഈ കുട്ടി 1 കിലോന് 600 ആയിട്ട് തൂക്കം കുറഞ്ഞിട്ടുണ്ടായിരുന്നു, 200 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് പിന്നെ കൂടി 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 വരുന്നത്. ആ സ്പോട്ടിൽ ഇവർ ഹോസ്പിറ്റലിൽ പോയി കയ്യൊഴിഞ്ഞിട്ടുള്ളൊരു കേസാണ്. സംശയം ചോദിക്കട്ടെ, ഇതൊക്കെ ഈ ഒരാൾക്ക് ശാരീരികമായ ഒരു വൈകല്യം അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഒരു ഹോളുണ്ടായി എന്നൊക്കെ പറയുന്നത്, അതൊരു ശാരീരിക പ്രശ്നമല്ലേ? അതെങ്ങനെ ഈ മന്ത്രത്തിലൂടെ അല്ലെങ്കിൽ എനർജിയിലൂടെ ഹീൽ ചെയ്യാൻ പറ്റും? വൈദ്യശാസ്ത്രം പരിഹരിക്കേണ്ടതല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഒരു പെൺകുട്ടി സോഡിയം കുറവാന്ന് പറഞ്ഞിട്ട് അവൾ ഹോസ്പിറ്റലിൽ 2.5 മാസം കടന്നു. ഡോക്ടർ കണ്ടുപിടിക്കാൻ പറ്റിയത് സോഡിയം കുറവാണ്. ഇപ്പം നേരത്തെ എണിപ്പിച്ച് നടന്ന പെൺകുട്ടി 45,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷനാണ് എടുത്തിരുന്നത് 1 മാസത്തിൽ. അവൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാനിത് മാറ്റിത്തരും, മാറ്റി തന്നിട്ട് നിനക്ക് നാളെ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഇഞ്ചക്ഷൻ എടുക്കരുത് പറഞ്ഞു. അവൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. അല്ല, എന്താണ് മാറ്റിയത്? ആ വയ്യാത്ത കിടപ്പായ കുട്ടിയുടെ എന്താണ് മാറ്റിയത്? അതിനെന്തെങ്കിലും ബാധയായിരുന്നോ? അതെ, അത് ബാധയായിരുന്നു. അതായത് ശത്രുബാധയാണ്. അവരൊരു ബന്ധു ഇവർക്ക്, അതായത് ഇവരുടെ റിലേറ്റീവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചേക്കണത്. അപ്പം അത് ഇവർക്ക് സഹിക്കാൻ പറ്റാതെ ഇവരെ ചൊൽപ്പടിയിൽ ആ പയ്യനെ കിട്ടാത്തതിന് അവരെന്നെയാണ് ഇത് ചെയ്തത്. ഈ കാല് തിരിഞ്ഞു പോയ കുട്ടിയോ? കാല് തിരിയല്ല, തളർന്നു കിടന്നത്. അല്ല, ഞാനതല്ല, രണ്ടാമത് വന്ന കുഞ്ഞിന്റെ കാര്യം പറഞ്ഞില്ലേ? അത് വായന, അത് തൂക്കം കുറേ ഉണ്ടായിരുന്നു. വായല ഹോളൊന്നും നമ്മൾ അടച്ചിട്ടില്ല, തൂക്കം കുറേ, പാല് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ പാല് ട്യൂബ് വഴിയാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഞാൻ ഈ കുട്ടിയുടെ ഇവരുടെ ബോഡിയിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ആ എനർജിയിൽ മാറ്റിയിട്ട് ഞാൻ എൻ്റെ ചൈതന്യം കൊണ്ട് ദേഹബന്ധനം വെച്ചു കൊടുത്തു. എൻ്റെ അടുത്ത് കണക്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനൊന്ന് ഇപ്പോൾ ഇത് നടക്കും എന്ന് ഞാനൊരു മെസ്സേജ് കൊടുത്താൽ അവർക്കത് നടക്കും. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് നേരത്തെ ഒരു 9 കന്യകമാരുടെ കേസ് പറഞ്ഞില്ലേ, ഒരു ചോദ്യം ഇപ്പോഴും ഞാൻ ആ വാട്സാപ്പിൽ ആ മെസ്സേജിൻ്റെ വേണമെങ്കിൽ കാണിച്ചു തരാം സാറിന്. കാരണം അവർ പറഞ്ഞത്, അമ്മ എനിക്ക് ഇന്ന് ലീവ് കിട്ടണം, ഞാൻ 3 വർഷമായി നാട്ടിൽ പോയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീ ചോദിക്ക്, കിട്ടും. അവൻ ചോദിച്ചു, കിട്ടി. ഇത് നടക്കണത് എൻ്റെ എനർജി പാസിങ്ങിലാണ്. അതായത് ഒരാൾക്ക് വരമുണ്ട്, അഭയമുണ്ട്. എൻ്റെ അടുത്തുള്ള ദേവി വരം കൊടുക്കണ ദേവിയാണ്. പക്ഷെ എല്ലാവർക്കും ഒന്നും വരം കൊടുക്കില്ല. അതിന് അവന് യോഗ്യത ഉണ്ടോയെന്ന് നോക്കും, എന്നിട്ടാണ് അവന് വരം കൊടുക്കുന്നത്. നന്നായി പറഞ്ഞു. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കാൻ പോയിരുന്നു, ഞാനൊരു കാര്യം ആഗ്രഹിച്ചാൽ നടക്കുമെന്നോ. അപ്പോൾ പക്ഷേ അത് യോഗ്യത എനിക്ക് ഉണ്ടായാലേ അതെ, യോഗ്യത അതല്ല. ഇപ്പോൾ ഞാൻ അടുത്ത മാസം 14-ാം തീയതി ഞാൻ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ ഒരു പരിഹാരത്തിന് പോവാണ്. കാരണം എൻ്റെ അടുത്ത് ഒരു ഏലസ് പൈസ ടാരോ പഠിക്കാൻ 10,000 രൂപയാണ്. അപ്പോൾ ഏലസിന് 5,000 രൂപയാണ് വാങ്ങണത്. അപ്പോൾ ഏലസിന് വേണ്ടിയിട്ട് ഇവർ 5,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടെന്നു. അപ്പോൾ ഇവർ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടാണ്, എനിക്കിവരറിയില്ല. സ്റ്റാഫിൻ്റെ അടുത്ത് കോൾ ചെയ്തു, ഇവർക്ക് ഞാൻ റീഡിങ് എടുത്തു. ഞാൻ ഇവരെ മറന്നുപോയി. ഇന്നലെ റീഡിങ് എടുത്തവരെ പോലെ എനിക്ക് ഇന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ മറക്കും, കാരണം എനിക്ക് അടുത്ത ഇത് ക്ലൻസ് ചെയ്ത് അടുത്തതിലേക്ക് ഞാൻ പോയി. ഇതൊന്നും ഓർത്തുകൊണ്ടിരിക്കേണ്ട പരിപാടി എനിക്കില്ല. അപ്പം ഇവർ കുറേ ആവശ്യങ്ങൾ, സ്ഥലം വിൽക്കണം, എൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചത് കിട്ടണം, എൻ്റെ വീട് വിൽക്കണം, ഇതൊക്കെയാണ് ഇവർ എന്നോട് പറയണം. അപ്പോൾ ഈ സ്റ്റാഫ് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ അമ്മ നടത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ കാര്യം നടത്താനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് സ്റ്റാഫ് ഇത് കളിയാക്കിക്കൊണ്ട് ഫോർവേഡ് ചെയ്തത്. അങ്ങനെ ഇവരുടെ ടാരോ റീഡിങ് എടുത്തു കൊടുത്തു. ഞാൻ ഈ സ്ത്രീനെ കൊണ്ടുപോയി ടാരോ, എൻ്റെ ഈ 30-20 പേരും അതിന് സാക്ഷിയാണ്. ഈ ലേഡീനെ കൊണ്ടുപോയിട്ട് ടാരോ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്തു. ടാരോ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമ്പോൾ പ്രണവോപാസനയിലാണ് ഞങ്ങൾ തുടങ്ങുക. ഓംകാരം പ്രണവോപാസന വെച്ചിട്ടാണ് ടാരോ തുടങ്ങുക. അപ്പോൾ ഞാനിങ്ങനെ ടാരോയിൽ ഓം എന്നിങ്ങനെ ജപിക്കാൻ പറയും എല്ലാവരോടും. എല്ലാവരും ഇങ്ങനെ ജപിക്കുന്ന സമയത്ത്
എനിക്ക് ഉടനടി ഒരു എനർജി കണക്റ്റ് ആവും. എൻ്റെ ബോഡിയിൽ എന്താ വെച്ചെങ്കിൽ നെഗറ്റീവും കണക്റ്റ് ആവും, പോസിറ്റീവും കണക്റ്റ് ആവും. നെഗറ്റീവ് വന്നിട്ട് അവർ ക്ലെൻസ് ആവും, ഞാനിത് എടുത്ത് മാറ്റി ജപം കൊണ്ട് എന്നെ മാറ്റിയെടുക്കണം. അപ്പോൾ ഇവർ ഉടനടി കണക്റ്റ് ആയ വശം എനിക്ക് ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താ പറയുക, അല്ല ശബ്ദമല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ ആരൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ കണ്ണടച്ചിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ആരൊക്കെയാണ്, 4 പേര് യാത്ര ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ആർക്കാ ശ്വാസം മുട്ടും ചോദിച്ചു. കാരണം എനിക്ക് പിന്നെ ശ്വാസം മുട്ടിയിട്ട് എനിക്ക് പ്രണയം എടുക്കാൻ പറ്റണില്ല. ഇവരൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് വോയിസ് ഇട്ടുള്ളൂ. ഇവർ രാത്രി നേരം വെളിച്ചാകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ പറയും, അമ്മേ ഞാൻ 15 വർഷമായിട്ട് ശ്വാസം മുട്ട് അനുഭവിക്കുകയാണ്, ഇന്ന് രാത്രി ഞാൻ സുഖമായി കിടന്നുറങ്ങി, അമ്മയുടെ സിദ്ധി എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം, അമ്മ എനിക്കൊന്ന് വന്ന് പൂജ ചെയ്തു തരും അമ്മേ, അവരത് പേയ്മെൻറ്റ് എനിക്ക് ചെയ്തു തന്നേക്കണം. അപ്പോൾ അവരുടെ ശ്വാസം മുട്ട് ഞാൻ എന്തെങ്കിലും മാറ്റം ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരെൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ എനർജി പാസിങ്ങിലൂടെ ഇവരുടെ ശ്വാസം മുട്ട് മാറിപ്പോയി. ഇത് നടന്ന മിറക്കിളാണ്, ഇത് ലൈവായിട്ട് നടന്ന മിറക്കിളാണ്. ഇവരെല്ലാവരും അപ്പോൾ എനിക്ക് പറഞ്ഞ കാര്യം എന്താ, ഞാൻ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തു. അവർക്ക് ഏലസ് കൊടുത്തപ്പോൾ ആ ഏലസ് കൊടുത്തത് അവർ സ്ഥലം വിറ്റുപോകാനും പെൻഷൻ കിട്ടാനും രണ്ടും നടന്നു. ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, സത്യമാണ്. എന്നായിട്ട് അതെ, ഡോക്ടർ ബിനോയ് പറഞ്ഞ പോലെ സത്യമാണ്. എന്നായിട്ട് എനർജി കണക്റ്റ് ആകുമ്പോൾ അദ്ദേഹം, ഞാൻ തിരുവനന്തപുരം കഴിഞ്ഞ മാസം പോയപ്പോൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്നെ കാണാൻ അയച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പോലും പിറന്നാളിൻ്റെ കേക്ക് കട്ട് ചെയ്തത് എൻ്റെ റൂമിൽ വെച്ചിട്ടാണ്. ഞാൻ റൂമെടുത്ത റൂമിൽ വെച്ചിട്ടാണ്. കാരണം അത്രയും റെസ്പെക്റ്റ് എനിക്ക് അദ്ദേഹം തന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് നടന്നു എന്നുള്ളത്. കാണാനൊന്നുമില്ല, എൻ്റെ അമ്മയുടെ പവറാണത്, ശക്തിയാണ്. എൻ്റെ ദേവീനെ ചൈതന്യത്തിൽ ഇരുത്തിക്കണത് ഒരൊറ്റ ആവശ്യം പറഞ്ഞിട്ടുള്ളൂ, വരുന്ന ആൾക്കാർക്ക് വരം കൊടുത്തേക്കണം. അതെന്ത് പറഞ്ഞിട്ടാ, അവൻ അർഹത ഉണ്ടെങ്കിൽ. ഇതാണ് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഭഗവതിയോട്, അല്ലെങ്കിൽ അവനെ പോയി കൊല്ലി, ഇവനെ പോയി തൊട്ട, അവനെ പോയി ചതിക്കി, ഇതൊന്നും ഞങ്ങൾ അമ്മോട് പറയില്ല. അങ്ങനെ ഒരാൾ അവിടെ വന്ന് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ത്രീയുടെ കാര്യം നടന്നത് ലൈവായിട്ട് നടന്ന സംഭവമാണ്. ഇങ്ങനെ അനവധി സിദ്ധികൾ നമുക്ക്, ഞാനെന്ന വീട്ടമ്മയിലേക്ക് ടാരോ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ. 2024 ഞാൻ ടാരോ പഠിച്ചത്. അതിന് മുൻപേ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പേ വർഷം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ഈ മൂർത്തികളെ അല്ലെങ്കിൽ ദുഷ്ടശക്തികളെ ഒരാളുടെ ദേഹത്തേക്ക് പറഞ്ഞു വിടുന്നത് അതിന് സിദ്ധിയുള്ളവരാണല്ലോ. അതെ. അപ്പം അവർക്കൊരു ബലമുണ്ട്. ആ ബലത്തെ നമ്മൾ എങ്ങനെ മറികടക്കും? അതിന് അവർ പ്രതിരോധിക്കില്ലേ? പ്രതിരോധിക്കും. അതും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 6 മണിക്കൂർ തളർന്നു കിടന്നത് അവരുടെ ആ മൂർത്തിയുടെ ശക്തി കൊണ്ടാണല്ലോ. ഞാൻ 6 മണിക്കൂർ തളർന്നു കിടന്നത്. കാരണം അവരിൽ നിന്ന് അത് ഒഴിവാക്കി മാറ്റി ആ എനർജിയായിട്ട് ഞാൻ കണക്റ്റായി എൻ്റെ ബോഡി വിട്ട് കിട്ടണം. എൻ്റെ അസ്ട്രൽ ബോഡി ആണ് ഇതിനെ പ്രതിരോധിച്ചിട്ടുണ്ടാവുക. ഈ അസ്ട്രൽ ബോഡി എനിക്ക് തിരിച്ച് വരണ വരെ ഞാൻ ബോധമില്ലാതെ കിടക്കും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആവാഹനത്തിന് പോകാത്തതും. മിക്കവാറും എൻ്റെ ഊർജം അസ്ട്രൽ ബോഡിയാണ് ഇതെല്ലാം ചെയ്യുക. അതായത് ആ ദേവതാ ചൈതന്യം അത് വന്ന് ചെയ്തിട്ട് എൻ്റെ ബോഡിയിലേക്ക് തിരിച്ചു കയറാൻ മണിക്കൂറുകൾ എടുക്കും. ആ സമയം വരെ ഞാൻ ബോധമില്ലാതെ ഇവരുടെ മടിയിലോ, ആ നേരത്തെ ഇവർ പ്രൊട്ടക്ട് ചെയ്യും, ഇവരുടെ മടിയിൽ ബോധമില്ലാതെ ഞാൻ കിടക്കുക. ഇപ്പോഴും അങ്ങനെ തന്നെ ആവാഹനം. സാധാരണ ആൾക്കാരെ മാന്ത്രിക അതെ അതെ. അപ്പം ഞാൻ ദേവിയോട് പറയും, ഞാൻ ഒരു കരിനീലമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ദേവി എൻ്റെ അടുത്തുണ്ട്. അത് പാലക്കാട് ഒരു ആവാഹനത്തിന് പോയപ്പോൾ എൻ്റെ കൂടെ കൂടിയതാണ്. ഇതേപോലെ നിപ്പിൽ ബോധം കെട്ട് വീഴുമ്പോൾ എന്നെ താങ്ങി എടുത്തു കൊണ്ടുവന്ന് അവരെ തറവാട്ടിലുണ്ടായിരുന്നത്, അവരെ തറവാട്ടല്ല, അടുത്ത വളപ്പിൽ ആ സ്ഥലമാണ് ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർ വാങ്ങിയ സ്ഥലത്തെ ദേവതയാണ് എൻ്റെ കൂടെ വന്നത്. പനയിലായിരുന്നത്. പന മുറിച്ചു. ഞാൻ അവിടെ ചെല്ലലും പന മുറിക്കലും 2:30 പന മുറിച്ചും 3 മണിക്കാണ് ഞാൻ ചെല്ലണത്. ഞാൻ ചെന്നിറങ്ങുമ്പോൾ ശംഖ് വിളിക്കണ ശബ്ദം കേൾക്കുക. ഉച്ചനേരത്തെ ശംഖ് വിളിക്കില്ലല്ലോ. പക്ഷെ അങ്ങനെ പല അത്ഭുതങ്ങളും എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഇത് എല്ലാവർക്കും തള്ളായിട്ട് തോന്നാം. ഈ സ്ത്രീ എന്തൊക്കെയായിരുന്നു പറയണമെന്ന് തോന്നാം. അനുഭവം ലൈഫിൽ വരണം. അതാണ് ചിലതൊക്കെ ഈ നമ്മൾ അനുഭവിച്ചറിയുന്നത് വരെ കൗതുകവും അവിശ്വസനീയമായ കാര്യങ്ങളാണ്. ഒരുപാട് പേര് അങ്ങനെ മറ്റേ ഇന്റർവ്യൂലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ് ഇങ്ങനെ കണ്ടു. സ്വാഭാവികമായി നമ്മുടെ ഈ കമന്റിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും. എനിക്കൊരു സങ്കടവും ഇല്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ അനുഭവിച്ച ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരും, ചില ആൾക്കാർ വിളിക്കും, എൻ്റെ നാളും പേരും പറഞ്ഞുതരാം, ഒന്ന് നോക്കിയിട്ട് പറയൂ. ഞാൻ പറയും, ഞാൻ കുറത്തിയല്ല, ഞാൻ അങ്ങനെ പറയാറുണ്ട്. അവരോട് അത്രയും. കാരണം നമുക്കൊരു ഇതുണ്ട്, നിശ്ചിതമായ അത് കൂടെ ഒരു ഗൈഡൻസ് കൂടെ പോണ ഒരാളാണ് ഞാൻ. ചുമ്മാ അത് ഞാൻ ചെയ്തുതരാം, ഇത് ചെയ്തുതരാം, നിങ്ങൾ അത്ര ഇട്ടെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആദ്യം ഭഗവതിയുടെ അനുവാദം കിട്ടണം. നീ അത് പോയി ചെയ്തോ, അപ്പോൾ ഞാൻ ഉറപ്പ് പറയും. അത് 1000 പേര് വന്നാൽ 1 or 2 ആൾക്കാരെ മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ. അത് പോയി ഞാൻ നീറ്റായിട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് വരെ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇതൊരു അവിശ്വാസം എന്ന് പറയുന്നത്, അവിശ്വാസവും ഒരു വിശ്വാസമാണ്. ഇങ്ങനെയൊന്നുമില്ല, ദൈവമില്ല എന്ന് ഒരാൾ
ഒരു അവിശ്വാസി പറയുന്ന അവൻ്റെ വിശ്വാസമാണ് ദൈവം ഇല്ല എന്നുള്ളത്, അതെ അല്ലേ? അവിശ്വാസി എന്ന് പറയുന്നവനും വിശ്വാസിയാണ്. അതെ അവൻ നെഗറ്റീവായിട്ട് വിശ്വസിക്കുന്നു, മറ്റത് പോസിറ്റീവായിട്ട് വിശ്വസിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഒരാളുടെ അനുഭവങ്ങളാണ്. അപ്പോൾ അനുഭവങ്ങളാണ്. നിങ്ങൾ ഇത് അന്ധവിശ്വാസം എന്ന് പറയുന്നു, എനിക്കത് ബോധ്യപ്പെടുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്നത് എൻ്റെ വിശ്വാസമാണ്. അതെ ആ വിശ്വാസം മുറുകെ പിടിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാർ എന്നെ തേടി വന്നത് എന്തായിരിക്കും ടാരോ റീഡിങ്ങിൽ? 2000 തീർച്ചയായും പേര്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഈ ഓരോ ദിവസവും പുതിയ ആളുകൾ വരുന്നു, അവർക്ക് അനുഭവങ്ങളില്ലെങ്കിൽ കേരളത്തിൽ ഇഷ്ടംപോലെ ടാരോ റീഡേഴ്സ് ഉണ്ട്. അതെ. എന്തുകൊണ്ടായിരിക്കും ഇവർ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക? തീർച്ചയായും അനുഭവങ്ങളില്ലെങ്കിൽ അവർ തള്ളിപ്പറയും, അധികം കാലം പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ കുറേ കാലമായി നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, അങ്ങ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാം. ഏതായാലും നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മളിങ്ങനെ ഒരു സന്ദേശം കൂടെ നമ്മൾ പങ്കുവെക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ എല്ലാവർക്കും ഒരു സുഖമുണ്ടാവട്ടെ, സന്തോഷമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. അതിന് ടാരോ സഹായിക്കുമെങ്കിൽ, ഇത്തരം പ്രവർത്തികൾ സഹായിക്കുമെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുമെങ്കിൽ നമുക്കും സന്തോഷമാണ്. ഏതായാലും എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനിയും നമുക്ക് വീണ്ടും കാണാം. ABCയോടൊപ്പം ഈ ചെലവഴിച്ച നിമിഷങ്ങൾക്ക് നന്ദി, നമസ്കാരം. നമസ്തേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.